ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. മത്തായി 18-7-8 വാക്യങ്ങൾ. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. അപകടത്തിനും ഇടർച്ചകൾക്കും സാധ്യതയുണ്ടെന്ന് നമ്മൾ കാണുമ്പോൾ കൂടുതലായി ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് അതിനെ എതിരിടാൻ നമുക്ക് ആവശ്യമുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കണമെന്നോ നമുക്ക് ഇടർച്ച ഉണ്ടാക്കണമെന്നോ അല്ല കർത്താവ് ഈ വാക്കുകളിലൂടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ തിന്മയുടെ ശക്തിയുടെ വഞ്ചനയും മാലിന്യവും കർത്താവ് അറിയുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കരുതലുള്ളവരായിരിക്കണം എന്നത് ഒരു പ്രവചന രൂപത്തിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധവും ബുദ്ധിപൂർവമായ ഒരവസാനം നമുക്ക് ലഭിക്കും. അതിലൂടെ തികഞ്ഞവരും അല്ലാത്തവരും ആരൊക്കെയാണ് എന്ന് വെളിപ്പെടും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരുമൊക്കെ എഴുന്നേൽക്കും. ഇടർച്ച വരുത്തുന്ന സ്വാധീന ശക്തികൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരായി അതിനെ എതിരിടാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. കർത്താവ് ഈ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. നിന്റെ കാലോ കയ്യോ നിനക്കിടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ വാക്യം അധികം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നത് തന്നെ സംശയമാണ്. ആഴമായി നമ്മെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയം നൽകുന്ന ഒരു വാക്യമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ അറിയുന്നത്. ഒരുവൻ പാപം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവമേറിയതും അക്ഷന്തവ്യവുമായ പാപമായിട്ടാണ് മറ്റൊരുത്തനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് യഹൂദന്മാർ കരുതിപ്പോന്നു. നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നതിൽ കൂടുതൽ ഭയങ്കരമായ ഒരു പാപവും ഇല്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് വിധികർത്താവായ പീലാത്തോസ് വ്യക്തമായി പ്രസ്താവിച്ചിട്ടും യഹൂദജാതി ഈ ഒരു കാര്യത്തിൽ തെറ്റിപ്പോയി. നമ്മുടെ ജഡിക വികാരങ്ങളെ മരിപ്പിക്കേണ്ടതാണ്. മലിനമായ താല്പര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതും ക്രൂശിക്കേണ്ടതുമാണ്. പാപവികാരങ്ങളുടെ ബാഹ്യപ്രകടനത്തിനും പ്രവർത്തനത്തിനുമുള്ള സന്ദർഭവും സാഹചര്യവും ഒഴിവാക്കണം. നമ്മുടെ ഒരു കൈയ്യ് വെട്ടിക്കളയുന്നത് പോലെയും ഒരു കണ്ണ് നീക്കം ചെയ്യുന്നത് പോലെയും വിഷമകരമായിട്ടുള്ളതാണെങ്കിലും നമ്മൾ അത് നീക്കിക്കളയുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് അർത്ഥം. വിഗ്രഹ നിർമ്മിതിയിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ അബ്രാം ജീവിച്ചപ്പോഴാണ് അവന് ദൈവവിളി ഉണ്ടായത്. യാതൊരു സങ്കടവും കൂടാതെ തൊഴിലും സ്വന്തം ദേശവും സ്വന്തം വീട്ടുകാരെയും ഒക്കെ വിട്ടൊഴിഞ്ഞു. ജഡോല്ലാസങ്ങളിൽ ഭാഗവാക്കാകാനുള്ള രംഗം ഫറവോന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതിനാൽ മോശ വിശേഷാൽ സങ്കടപ്പെടാതെ അവിടുത്തെ സകല നിക്ഷേപങ്ങളോടും യാത്ര പറഞ്ഞു.
ഇത് വലങ്കൈ വെട്ടിക്കളയും തുല്യമായി തീരുന്ന ഒരു അനുഭവമായിരുന്നിട്ടും അതിനോട് നോ പറഞ്ഞു എന്ന് കാണുന്നു. യോസേഫ് പൊത്തിഫറിന്റെ ഭവനത്തിലും കാരാഗൃഹത്തിലും താൻ ചെന്നുപെട്ട എല്ലാ ഇടങ്ങളിലും ദൈവിക വിരുദ്ധമായ കാര്യങ്ങളോട് നോ പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവ് ഈ വാക്കുകളിലൂടെ നമ്മളോട് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കണം എന്നതാണ്. അത് കയ്യും കാലും വെട്ടി എറിയുന്നതിന് തുല്യമാവാം, എങ്കിലും അതാണ് ദൈവരാജ്യത്തിൻ്റെ നിലപാട്. അതാണ് ശാശ്വതം, അതാണ് നിത്യത. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. സാധ്യതകളുടെ നന്മയുടെ ഒരു പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കളങ്കരഹിതമായി പകലിൽ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദോഷത്തെ കണ്ട് മാറി നിൽക്കാനുള്ള ഊർജം, ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവത്തിൻ്റെ കൃപയും ആലോചനയും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.